നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി റെസിപ്പി നോക്കാം. ചിക്കനൊക്കെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു തേങ്ങയുടെ പകുതി എടുത്ത് നല്ലപോലെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ തേങ്ങ ഒക്കെ ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 250 ഗ്രാം ചെറുള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളിപ്പഴം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് തേങ്ങാക്കൊത്ത്, 3 പച്ചമുളക്. ഇനി നമുക്ക് തക്കാളിപ്പഴം മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അടുത്തതായിട്ട് നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഓയിലൊഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2 പട്ട, 2 ഏലക്ക, 1 നുള്ളു പെരുംജീരകം ഇട്ട് കൊടുത്ത് അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ചിക്കൻ മസാല. അടുത്തതായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞ്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് പൊടിച്ചുകൊണ്ട് വരികയോ വെള്ളം ചേർക്കാതെ അരയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ. നമുക്കൊരു 2-3 കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. അടിപൊളി ചിക്കൻ കറിയാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ അങ്ങ് കുറുകും. അതിൻ്റെ കളറ് വേറെ ഒന്ന് മാറിപ്പോകും. ഇപ്പം കണ്ടോ, അപ്പത്തിൻ്റെ കൂടെ നല്ല കുറുകിയ ചിക്കൻ കറിയാണ്. തേങ്ങ ഒക്കെ വറുത്തരച്ചതിൻ്റെ ആ കളറാണ് കാണിക്കുന്നത്.